ഉഹദ് യുദ്ധം പരാമർശിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരാണ് അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് ബന്ധമുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ ആങ്ങള അല്ലെങ്കിൽ അളിയൻ എന്ന് പറയും. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. അന്നേരം സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാ, നമുക്കൊന്ന് ദുആ ചെയ്താലോ? അന്നേരം അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു സമ്മതം മൂളുകയും സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, എനിക്ക് യുദ്ധത്തിൽ ഒരു സ്ട്രോങ് എതിരാളിനെ തരണം. ഞാനും അയാളും ഭയങ്കരത്തിൽ യുദ്ധം ചെയ്യണം. അവസാനം ഞാൻ അയാളെ കൊല്ലണം. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. പിന്നീട് അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴാണ്. അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹ്, എനിക്കൊരു എതിരാളിനെ തരണം. ആ എതിരാളി ഞാനും ഭയങ്കരത്തിൽ യുദ്ധം ചെയ്യണം. നമ്മൾ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ മൽപ്പിടുത്തം നടത്തണം. എന്നിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണം നമ്മൾ ആരാ ജയിക്കുക എന്നുള്ളത്. അവസാനം അയാള് എന്നെ കൊല്ലണം. എന്നെ കൊന്നാൽ മാത്രം പോരാ, എന്റെ ചെവി മൂക്ക് മരിഞ്ഞെടുത്ത് എന്നെ കെട്ടിത്തൂക്കണം. എന്നിട്ട് നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ വരുമ്പോ, അല്ലാ, നീ എന്നോട് ചോദിക്കണം, നിന്റെ ചെവി മൂക്ക് എവിടെ? അന്ന് എനിക്ക് മറുപടി പറയാൻ സാധിക്കണം, നാഥ, നിന്റെ മാർഗത്തിൽ സമരം ചെയ്യുമ്പോൾ അവരരിഞ്ഞെടുത്തതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ഈ ദുആ സ്വീകരിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഉഹദ് യുദ്ധം കഴിയുന്ന സമയത്ത് ചെവിയും മൂക്കും അരിഞ്ഞെടുക്കപ്പെട്ട നിലയിൽ കെട്ടിത്തൂക്കിയ അവസ്ഥയിലായിരുന്നു അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിനെ കിട്ടുന്നത്.